കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അവൻ എന്നെ ആഗ്രഹിച്ചു വന്നപ്പോഴൊക്കെ ആട്ടിപ്പായ്ക്കുമായിരുന്നില്ലേ? അവസാനം അമ്മയും വളരെ പരുഷമായിട്ട് സംസാരിച്ചില്ലേ? അതുകൊണ്ടിനി അവനെന്നെ വേണ്ടാന്ന് പറഞ്ഞാലോ? ഏയ്, അങ്ങനെയൊന്നും പറയില്ല മോളെ. ഒരാണിനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. അവൻ പ്രാർത്ഥനയും വഴിപാടും ഒക്കെ നടത്തി കാണും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ, ഇനിയിപ്പൊ സമയം കളയാതെ മോൾ അവനെ ഒന്ന് വിളിക്കാൻ നോക്ക്. ഇന്നത്തെ കാലത്ത് പണമാ മോളെ വലുത്. ഇട്ടുമൂടാനുള്ള പണമുള്ളവനാ കാർത്തിക അവന്റെ അച്ഛനും. അവന്മാര് തല്ലിപ്പുള്ളികളാണെങ്കിലും നമ്മളെ ഒട്ടും മോശക്കാരല്ലല്ലോ. അതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ല. എന്ന് മാത്രമല്ല, അവനെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് ഭാവിയിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് വന്നു ചേരുകയും ചെയ്യും. അവന് മോളെക്കാള് നല്ലൊരു ബന്ധം കിട്ടുന്നതിന് മുമ്പ് അവനെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് മോള് തന്റെ ഇടത്തോടെ അങ്ങ് വിളിച്ചു പറഞ്ഞോ? ഓക്കെ, ശരി, ഞാൻ വിളിക്കാം. വിളിച്ചതാരാണെന്നറിയോ? നീ പറഞ്ഞാലേ അറിയാൻ പറ്റൂ. അവളാ വിളിച്ചത്, ആ ചാരുലത. ഓ, ഇപ്പൊ എന്തിനാ വിളിച്ചത്? മറ്റവൻ വേറെ കെട്ടിയില്ലേ, അപ്പോഴാ അവൾക്ക് എന്നെ വേണോന്ന് തോന്നിയത്. അവൾ ആള് ശരിയല്ലല്ലോ മോനെ. അവള് ശരിയല്ലെങ്കിലും അവളെയാണ് ഞാൻ ആദ്യമായി ഇഷ്ടപ്പെട്ടത്. അവള് ഞാനുമായുള്ള കല്യാണത്തിന് തയ്യാറാണെന്ന് പറഞ്ഞപ്പോ ഞാൻ എതിർത്തില്ല. എന്താ പരിപാടി? നമ്മൾ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിച്ചത് അവളെ കെട്ടാൻ വേണ്ടി മാത്രമല്ല. അവിടെ നമുക്കൊരു ശത്രുവുണ്ട്, ദീപ. അവളുടെ ജീവിതം തകർക്കുന്നതിനൊപ്പം തന്നെ ഭാഗ്യലക്ഷ്മിയും കുടുംബത്തെയും തകർക്കാൻ ഈ ബന്ധം എന്തുകൊണ്ടും നല്ലതാ. ഭാഗ്യലക്ഷ്മിയുടെ മോൻ അവളേക്കാൾ കൂടുതൽ അനുസരിക്കുന്നത് വിജയകുമാറിനെ. അവന്റെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഏതായാലും അവനും അവന്റെ ഭാര്യയും ഭാഗ്യത്തിന്റെ വീടുമായി ഒത്തുപോകാൻ പോണില്ല. അവിടെ കൂട്ടാടി നടക്കും. എന്നു മാത്രമല്ല, വിജയകുമാറിനൊപ്പം നിന്നുകൊണ്ട് ആ പെൺകുട്ടിയെ നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യണം. എന്റെ പരിചയത്തിൽ 1-2 ഹോസ്പിറ്റലുകളുണ്ട്. അവിടെ ആ പയ്യനൊരു ജോലി തരപ്പെടുത്തി കൊടുത്താ അവൻ നമ്മുടെ ഭാഗത്തേക്ക് വളയുമെന്ന് ഉറപ്പാ. സമ്പത്തിനെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലെ ആ പയ്യൻ. അതിന്റെ കൂടെ ചാരുലത നിന്റെ ഭാര്യയായി വന്ന അതിന്റെ കൂടെ ഈ പറയുന്ന ഡോക്ടറെയും ഭാര്യയെയും ചാരുവിനെയും വിജയകുമാറിനെയൊക്കെ വച്ച് നമുക്കൊരു കളി കളിക്കടാ മോനെ. അപ്പോ കൈ കൊടുക്കട്ടെ? എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പ്രത്യേകിച്ചൊരു ജയിൽ പുള്ളിയുടെ മോളെ. പിന്നെ നിനക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എതിർക്കുന്നില്ല. നീ എന്താന്ന് വെച്ചാ ചെയ്തോ. ഏതായാലും അവളുടെ വീട് വരെ ഒന്ന് പോണം. ഇനി അവിടെ ആരും നമ്മളെ തടയില്ല. ചുരുക്കി പറഞ്ഞ ജയലാലിനെക്കാളും സ്ഥാനം എനിക്കവിടെ ഉണ്ടാവും. അവരെ പോലൊരു അമ്മായിയമ്മ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് നല്ലതാ. എടാ, അത് തന്നെയാ ഞാനും പറഞ്ഞത്. എന്തായാലും നിനക്ക് 10-30 വയസ്സ് കഴിഞ്ഞു. ഇനി ആലോചിക്കാനൊന്നുമില്ല. എത്രയും പെട്ടെന്ന് കെട്ട് നടത്തണം. എന്നിട്ട് വേണം നമ്മളെ അടിമുടി നശിപ്പിച്ചവരെയൊക്കെ കെട്ടിക്കാൻ. ചാരുവിന്റെ കല്യാണം നമുക്ക് മുന്നിൽ നിന്ന് തന്നെ നടത്താം. അവർക്ക് എത്ര സ്വർണം വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. മറ്റ് ചിലവുകളെല്ലാം നമുക്ക് വഹിക്കുകയും ചെയ്യാം. പക്ഷേ നമ്മുടെ സങ്കടം കൂടി അമ്മ മനസ്സിലാക്കണം. ഇനിയിപ്പോ നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം വെച്ച് നിങ്ങളുടെ സഹായം തേടി വരുവോ? അല്ലാതെ ചാരുവിന്റെ കല്യാണം എങ്ങനെ നടത്താനാ? അമ്മയുടെ പേരിൽ കുറച്ച് പൈസയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചാരുവിന്റെ. അതൊന്നിനും തികയില്ലല്ലോ. പിന്നെ ഒരു 19 പവൻ അവളുടെ ലോക്കറിലുണ്ടാവും. എല്ലാ മാസവും ഞാനൊരു പവന്റെ കോയിൻ വാങ്ങിക്കാറുമുണ്ട് അവളെ ഉദ്ദേശിച്ച്. സത്യം പറയാലോ മോളെ, മോള് ഫ്രീ ആയെന്ന് പറഞ്ഞാ മതി. ഇനി ആ വീട്ടിലേക്ക് പോകണ്ട മോളെ. നിങ്ങൾക്കൊരു വീടൊക്കെ ശരിയാകുന്നത് വരെ ഇവിടെ സ്വസ്ഥമായിട്ട് നിൽക്കാം. ഇനി ജീവിതകാലം മുഴുവൻ ഇവിടെ നിന്നാലും ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞങ്ങളെക്കാളും സന്തോഷം പൂജയ്ക്കാ.
ചിലപ്പോ ജയന്റെ അമ്മയായിരിക്കും. ഞാൻ നോക്കാം. ഗംഗേട്ടൻ എന്താ ഈ വേഷത്തില്? ഇതെന്താ വെച്ചാ ബാഗൊക്കെ ആയിട്ട്? ഞാൻ പടിയിറങ്ങി. ഒരുപാട് കാലം നിങ്ങളുടെ അമ്മയുടെ പട്ടാളച്ചിട്ടയ്ക്കൊപ്പം ജീവിക്കുകയായിരുന്നു. മടുത്തടാ മക്കളെ. അച്ഛൻ പടിയടച്ച് പിണ്ടം വെക്കുന്നതിന് മുമ്പ് ഞാനിങ്ങി പടിയിറങ്ങി പോന്നു. ഗംഗേട്ടൻ അകത്തേക്ക് വാ. വേണ്ട, ഞാനൊരു യാത്ര പുറപ്പെടുകയാ. അമ്മയെ ധിക്കരിച്ച് വീട് വിട്ടിറങ്ങാൻ അച്ഛൻ എങ്ങനെ ധൈര്യം കിട്ടി? പറയാം. അതിന് കാരണക്കാരൻ ഈ നിൽക്കുന്ന നിന്റെ അനിയനാ. ഇവൻ നട്ടല് നിവർന്ന് നിന്നപ്പോ എന്റെ നട്ടല് ഒന്ന് ഉറച്ചു. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ മുന്നും പിന്നും നോക്കണ്ടല്ലോ. പിന്നെ ഇവനെ തല്ലിയതുപോലെ എന്നെ തല്ലിയുമില്ല, പിടിച്ച് തള്ളിയുമില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കില് ഞാനവിടെ കാരണത്തൊന്ന് പൊട്ടിച്ചേനെ. അങ്ങനെ പൊട്ടിക്കുമെങ്കിലേ ആ കാരണം കൊണ്ടുപോയി കാണിച്ച് ചേട്ടനെ അവര് കോടതി കയറ്റിയേനെ. എന്തായാലും അമ്മയുടെ കാരണത്ത് ഓർക്കപ്പുറത്ത് കിട്ടിയ അടിയായി അച്ഛന്റെ ഈ പ്രവൃത്തി. കുറച്ച് പഠിക്കട്ടെടാ മക്കളെ. എന്നും ഭർത്താവും മക്കളും മരുമക്കളും ഒക്കെ അടിമകളായി ജീവിക്കില്ല എന്ന് അവൾ അറിയട്ടെ. എന്തായാലും ഗംഗേട്ടനകത്തേക്ക് വാ മോളെ. അച്ഛന്റെ ബാഗ് കൊണ്ടുപോയി അകത്തേക്ക് വെക്ക. ഹേയ്, വേണ്ട വേണ്ട വേണ്ട. ഞാനിവിടെ താമസിക്കാനല്ല വന്നത്. പിന്നെ അച്ഛനെ അങ്ങോട്ട് പോവാ? കുറെ കാലമായി വിചാരിക്കുന്നതാ എല്ലാ പുണ്യക്ഷേത്രങ്ങളും ഒന്ന് സന്ദർശിക്കണമെന്ന്. ഒരു തീർത്ഥാടനമാണ് മനസ്സില്. അതിനു മുമ്പ് നിങ്ങളെയെല്ലാം ഒന്ന് കാണണമെന്ന് തോന്നി. അല്ല, പൂജമോൾ എവിടെ? അവൾ ഊട്ടി പോയിരിക്ക കുട്ടികളെ കാണാൻ. വരുമ്പോ പറയണം ഞാൻ തിരക്കിയിട്ട് പോയെന്ന്. ചായ കുടിച്ചിട്ട് പോവാച്ചാ? വേണ്ട മോളെ, മോള് സുഖമായിട്ട് സന്തോഷത്തോടെ ഇവനോടൊപ്പം കഴിയണം. എന്നെങ്കിലും ഞാൻ വരുമ്പോ നിങ്ങൾ സന്തോഷത്തോടെ കഴിയുന്നത് കണ്ടാൽ മതി എനിക്ക്. ഇനിയൊരിക്കലും ആ വീട്ടിലേക്ക് മോള് പോകരുത് കേട്ടോ. ഉള്ളത് പറയാമല്ലോ, ഇതുപോലൊരു പാവപ്പെട്ട പെങ്കൊച്ചിനെ കിട്ടിയിട്ടും അതിന്റെ സ്വഭാവം മനസ്സിലാക്കാതെ അതിനെ ഇടിച്ചു പിഴിയാൻ നോക്കി. അതിനുള്ള ശിക്ഷ ആ രാഗത്തിന് കിട്ടിയത്. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. ദീപമോളെ നന്നായിട്ട് നോക്കണേടാ മോനെ. നിന്നോടത് പറയണമെന്നൊന്നുമില്ല, എങ്കിലും ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. എന്തായാലും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അത് നിങ്ങൾക്കൊക്കെ വേണ്ടി മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം മാറണമെന്നും പ്രാർത്ഥിക്കാം. ശംഭോ മഹാദേവ. അപ്പോ ഞാൻ ഇറങ്ങുന്നു. അച്ഛാ, പിന്നിൽ നിന്ന് വിളിക്കാൻ പാടില്ല യാത്ര പോകുമ്പോൾ. അതുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല. എന്താ പറയാനുള്ളത്? അച്ഛന് പൈസ എന്തെങ്കിലും? അച്ഛന് പെൻഷനില്ലേ മോനെ, അതുകൊണ്ട് പൈസയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അച്ഛാ, ഞാൻ ജംഗ്ഷൻ വരെ കൊണ്ടുവിടാം. വേണ്ട മോനെ, ഇനി കൂടുതലും നടത്തമായിരിക്കും. എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ അങ്ങ് തീരട്ടെ. ശംഭോ മഹാദേവ. അമ്മേ, ദേ വരുന്ന രണ്ടാളും. അവസാനം ലാലേട്ടൻ തന്റെ ഇടം കാണിച്ചു അല്ലേ? വഴക്കിനൊന്നും നിൽക്കാതെ മോളെ ഇങ്ങ് കൊണ്ടുവിട്ട പോരായിരുന്നോ മോനെ? അത് ശരിയാവില്ല അമ്മേ. ചാരുവിനെ ഇങ്ങോട്ട് പറഞ്ഞുവിടാൻ വേണ്ടി മാത്രം സ്നേഹിക്കുക.
അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാ എന്റെ തീരുമാനം അറിയിക്കേണ്ടി വന്നത്. ഇനി ഇയാൾ 1-2 ദിവസം ഇവിടെ നിന്ന ശേഷം എന്റെ ഏട്ടന്റെ വീട്ടിലേക്ക് മാറും. അവിടെയും കുറച്ചു ദിവസം നിൽക്കട്ടെ. അപ്പോഴേക്കും ഇവിടെ അടുത്ത് നല്ലൊരു വീട് ഞാൻ ശരിയാക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല ലാലേട്ടാ. ഇവിടെ താമസിക്കട്ടെ ദീപേച്ചി. അത് വേണ്ട. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് സ്വന്തം വീട്ടിലേക്ക് വരാം, വല്ലപ്പോഴും ഒക്കെ 1-2 ദിവസം താമസിക്കുകയും ചെയ്യാം. അല്ലാതെ സ്ഥിരമായിട്ട് നിൽക്കുന്നത് ശരിയല്ല. എല്ലാം മോന്റെ ഇഷ്ടം. ഇതിന്റെ പേരിൽ ഇനി മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാ മതി. എന്ത് പ്രശ്നം ഉണ്ടായാലും നേരിടാൻ ഞാൻ തയ്യാറാണ്. അച്ഛൻ പോലും എല്ലാം എടുത്ത് വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. ഒരു തീർത്ഥാടനത്തിനെന്നും പറഞ്ഞ് അച്ഛൻ പോയിരിക്കുക. ഇത്രയും നാളെ വീട്ടിൽ കിടന്ന് ശ്വാസം മുട്ടുമായിരുന്നു. ഇനി കുറച്ച് ശുദ്ധമായി ശ്വസിക്കണമെന്ന് അച്ഛന് തോന്നിക്കാണും. പോയിട്ട് വരട്ടെ. എല്ലാ കാലവും എല്ലാവരെയും ആർക്കും അടക്കി ഭരിക്കാൻ പറ്റില്ല അമ്മേ. ദിലീപേട്ടനും നയനയും ഇവിടെ ഇല്ലേ? രണ്ടാളും ഉണ്ട്. ദിലീപിനോട് പറഞ്ഞേക്ക് സ്ഥിരമായിട്ട് പെങ്ങളെ ഇവിടെ കൊണ്ട് നിർത്തിയതല്ല എന്ന്. ഇയാൾക്ക് പെട്ടെന്ന് കൊണ്ട് വരണമെന്ന് തോന്നി, അതുകൊണ്ട് കൊണ്ടുവന്നതാ. മോൻ കയറിയിരിക്കെ. ഇല്ല, ഷോറൂമിലേക്ക് പോണം. സത്യം പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കിടയിൽ ബിസിനസ്സിൽ തീരെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അവിടെ നോക്കാൻ ആളുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓണറോടെ ചെല്ലണ്ടേ. മോൻ ഉച്ചയൂണിന് വരുമോ? ആ വരാം. അല്ലെങ്കിൽ ഞാനങ്ങ് എത്തിക്കാം. ഹേ വേണ്ട വേണ്ട, ഞാൻ വന്ന് കഴിച്ചോളാം. പോയിട്ട് വരട്ടെ. ശരി. അല്ല മോളെ, ജയലാലിന്റെ അമ്മ അങ്ങനെ കീഴടങ്ങി ജീവിക്കോ? എനിക്കറിയില്ല. എനിക്ക് ശരിക്കും ഭയമുണ്ട്. സ്വന്തം ഭാഗം ജയിക്കാൻ വേണ്ടി ആത്മഹത്യ പോലും ചെയ്യുന്ന കൂട്ടത്തിലാ ലാലേട്ടന്റെ അമ്മ എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഇനി ഏത് രീതിയിലായിരിക്കും പ്രതികരണം എന്നറിയില്ല. ലാലേട്ടന്റെ അച്ഛൻ വീട് വിട്ടു പോയപ്പോഴേ അവരുടെ കരണത്തിട്ട് 2 പൊട്ടിച്ചിട്ട് വേണമായിരുന്നു പോവാൻ. ലോകത്ത് ഇങ്ങനെയുള്ള സ്ത്രീകൾ കാണൂ. ഞാനന്ന് ദിലീപേട്ടനെയും നയനെയും കണ്ടിട്ട് വരാം. അമ്മ പേടിക്കണ്ടമ്മേ. അമ്മയുടെ മരുമോനെ നട്ടലുള്ള കൂട്ടത്തിലാ. ന്യായത്തിന്റെ കൂടെ നിൽക്കുന്ന ആളാ. അതുകൊണ്ട് ചേച്ചിക്ക് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. എന്തായടാ വീട്ടിൽ പോയിട്ട്? ചെന്നത് കൃത്യസമയത്ത് തന്നെയാ. ഞങ്ങൾ അവിടെ എത്തുമ്പോ അവിടെ അളിയന്റെ പെങ്ങളും ഉണ്ടായിരുന്നു. ആര്? ചാരുലതേ? ആ അതെ. അതുകൊണ്ട് ഒന്നും പറയേണ്ടി വന്നില്ല, എല്ലാം നേരിട്ട് കണ്ടു. നന്നായി. അപ്പൊ അമ്മായിയമ്മ മരുമകളെ വീട്ടിനകത്തോട്ട് നിലവിളക്ക് കൊളുത്തി സ്വീകരിച്ചു അല്ലേ? അതിലൊന്നും കുഴപ്പമുണ്ടായില്ല അച്ഛാ. അല്ല, അവിടെ എന്തെങ്കിലും പൊട്ടിത്തെറി നടന്നോ? ജയലാലിന്റെ വീട്ടിലേ ദീപയെ പുറത്താക്കി. അവള് വന്നപ്പോഴാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. എടാ, അവന് നട്ടല്ലില്ലടാ ആ ജയലാലിന്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, അത് തന്നെ കാര്യം. പിന്നെ നിന്റെ പെങ്ങന്മാരെ അമ്മയെ ഒട്ടിക്കുന്നതുകൊണ്ട് കേസ് ഫയൽ ചെയ്യത്തൊന്നുമില്ല. ദീപ ഒരു കേസ് ഫയൽ ചെയ്ത അവൻ കുറെ നാൾ കയറി ഇറങ്ങും കോടതിയിൽ. അവന് മാത്രമല്ല, അവന്റെ അമ്മയ്ക്കും കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വരും. അതായത് ഇവിടെ കേസിനെ ബാധിക്കുന്ന മറ്റൊരു ഘടകവും കൂടിയുണ്ട്. ജയലാലിന്റെ അമ്മയെ ഒരു ജയിൽ പുള്ളിയാ. അവരെന്തിനാണോ ജയിലിൽ പോയത്? അതായത് മൂത്ത മരുമോളുടെ തല അടിച്ചു പൊട്ടിച്ചതിന് അല്ലേ? അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് അവര് രണ്ടാമത്തെ മരുമോളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കോടതിയിൽ ആ വാദത്തിന് വിലയുണ്ടാവും. തൽക്കാലം അതിന്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ. ദീപ ഇറങ്ങിയപ്പോ അളിയനും കൂടെ ഇറങ്ങി. ഇപ്പോ അളിയന്റെ ചേട്ടന്റെ വീട്ടിലാ അവർ താമസിക്കുന്നത്. അത് ശരി. അപ്പൊ അവൻ നട്ടല് നിവർത്തി നിൽക്കാൻ തുടങ്ങി അമ്മയുടെ മുമ്പിൽ. അതിനി ഒരു ഡ്രാമയാണെന്ന് അറിയില്ല അച്ഛാ. കോടതിയും കേസും ഒക്കെ ഒഴിവാക്കാൻ ചിലപ്പോ അയാൾ തന്ത്രപൂർവ്വം അങ്ങനെ ചെയ്താവാനും മതി. എന്തായാലും ദിലീപേട്ടന്റെ അനിയത്തിമാരുടെ സംസാരമൊന്നും എനിക്കങ്ങോട്ട് പിടിച്ചില്ല അച്ഛാ. അവര് ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെ എന്നെ നോക്കുന്നതൊക്കെ.
അതുകൊണ്ടാണ് ഞാൻ ദിലീപേട്ടനോട് പറഞ്ഞത് പെട്ടെന്ന് ഇങ്ങോട്ട് പോരാന്ന്. അതെ, നിങ്ങൾ ഇനി ഇവിടെ താമസിച്ചാൽ മതി. മോളെ, ഞാൻ ഇവനോട് ഇത് നേരത്തെ പറഞ്ഞിരുന്നു. ഇനിയിപ്പോ ഇവിടുത്തെ സൗകര്യങ്ങൾ നിങ്ങൾക്ക് പോരാന്ന് തോന്നിയാ നിങ്ങൾക്ക് വേറെ നല്ലൊരു വീട് എടുക്കാം. എന്താ ടെൻഷൻ അടിക്കണ്ട, അച്ഛൻ തന്നെ അതിന് സഹായിക്കാം. പിന്നെ ചാരുവിനെ നീ കല്യാണം കഴിക്കാതെ നയനമോളെ കൂട്ടിക്കൊണ്ട് വന്നുകൊണ്ട് ഇനിയിപ്പോ സാധാരണത്തിന് മോനും നിന്നോട് ഒരു ദേഷ്യവും കാണില്ല. എടാ, അവർക്ക് ഇഷ്ടം പോലെ കെട്ടിടങ്ങളുണ്ട് ഇവിടെ. അതിലൊന്ന് റെന്റ് കുറച്ച് നമുക്ക് എടുക്കാന്നേ. ആ, അതേതായാലും വേണ്ടച്ചാ. അയാളെ മോനൊന്നും നമ്പാൻ പറ്റില്ല. ആ, വേണ്ടെങ്കി വേണ്ട. എന്നാ പിന്നെ നിങ്ങൾ അകത്തോട്ട് പോയി റെസ്റ്റ് എടുക്കുക. എടാ, നമ്മുടെ സ്ഥിരം പാചകത്തിന് വരുന്ന സ്ത്രീയില്ലേ, ഇന്നവര് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ മരുമോൾ ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുന്നതല്ലേ, കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. ഞാൻ വേണമെങ്കിൽ എല്ലാം പ്രിപ്പയർ ചെയ്യാ അച്ഛാ. അതേതായാലും വേണ്ട. മോൾക്ക് അടുക്കളപ്പണിയൊന്നും വശൂലെന്നും മോളെ കണ്ടാൽ തന്നെ അറിയാം. എന്തായാലും ഇതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് മതി കേട്ടോ. അപ്പൊ നിങ്ങൾ ചെല്ല്, അവളെയും കൂട്ടിക്കൊണ്ട് പോ. ആ, അങ്ങനെ ഭാഗ്യലക്ഷ്മി തോറ്റു തുടങ്ങി. ചേച്ചിയുടെ ജീവിതം തകരാൻ കാരണം ആ രചനയാ. അവളുടെ വൈരാഗ്യത്തിന് പിന്നില് അവൾക്കൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അത് അമ്മയായി ബന്ധപ്പെട്ടതാ. അതെന്താ? പക്ഷെ എത്ര ചോദിച്ചിട്ടും ജഗേട്ടൻ അതേപ്പറ്റി ഒന്നും പറയുന്നില്ല. എനിക്കാണെങ്കിൽ അതറിയാൻ വലിയ ആകാംക്ഷയുണ്ട്. നമുക്ക് നല്ലത് മാത്രമാണ് ജഗേട്ടൻ ചെയ്തിട്ടുള്ളത്. എങ്കിലും ഈ ഒരു കാര്യം തുറന്നു പറയാത്തതുകൊണ്ട് എനിക്ക് ജഗേട്ടനോട് നല്ല അമർഷമുണ്ട്. ഞാൻ ഇതേവരെ ജഗനോട് അതേപ്പറ്റി ഒന്നും ചോദിച്ചിട്ടില്ല. ഒരുപാട് ഓർത്തു നോക്കി എന്റെ ജീവിതത്തിൽ കറുത്ത പാട് എന്തെങ്കിലും ഉണ്ടോന്ന്. ഇതുവരെ അങ്ങനെയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതറിയാതിരുന്നാൽ എങ്ങനെയാ അമ്മേ? ഒരുത്തി നമ്മളെ തല്ലണവും കൊല്ലണമെന്നും പറഞ്ഞ് നടക്കുക. എന്നാ അവളോടിപ്പോ ജഗേട്ടന് വലിയ സിമ്പതിയാ. എന്ന് വെച്ചാ അവള് പറഞ്ഞ കഥ അത്രയ്ക്ക് ജഗേട്ടനെ സ്വാധീനിച്ചെന്ന് വേണ്ടേ കരുതാൻ. ശരിയാ. ഏതായാലും ഞാനൊരു കാര്യം ചെയ്യാം, ജഗനെ ഒന്ന് വിളിക്കാം. എന്നിട്ട് കാണണോന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ മോളെ ആ പയ്യൻ രക്ഷിച്ചു കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് ജഗനോട് സ്നേഹം കൂടിയിട്ടുണ്ട്. എന്നാൽ അത് നേരിട്ട് പറയാനോ നന്ദി പ്രകടിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോ തന്നെ ജഗനെ വിളിക്കാം. ഞാൻ ജഗേട്ടനെ വിളിച്ചു തരട്ടെ? വേണ്ട, ഞാൻ വിളിച്ചോളാം. ശരി. ആ മോളോ, അമ്മ ഇത് എങ്ങോട്ട് പോവാ? എനിക്കൊന്ന് പുറത്തു പോണം. മോളെന്താ വിളിച്ചു പറയാത്തെ? ഇന്ന് രചന ഷോറൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു. എങ്കിലും ഞങ്ങൾ ഒരുമിച്ച് കഴിയുന്നതിന്റെ അമർഷം അവള് പ്രകടിപ്പിച്ചു. ലാലേട്ടന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോ എന്റെ ഭർത്താവ് എനിക്കൊപ്പം വരില്ലെന്നായിരുന്നു അവളുടെ വിശ്വാസം. അവൾ എന്താ പറഞ്ഞത്? എത്രയൊക്കെ ആശ്വാസം കിട്ടിയാലും, കാർത്തിയും സദാനന്ദൻ മുതലാളിയും അടങ്ങിയാലും അമ്മയും മക്കളെയും മനസമാധാനത്തോടെ ജീവിക്കാൻ വിടില്ലെന്നാ അവള് പറഞ്ഞത്. അമ്മയുടെ പേര് പറയുമ്പോ തിളക്കി അവള്. ഞാനിപ്പോ ദിയോട് അതേപ്പറ്റി സംസാരിച്ചതേ ഉള്ളൂ. അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത്. ജഗനെ ഒന്ന് കാണണം. അയാൾ എന്തിനാ കാണുന്നത്? ജഗന്റെ അടുത്താണല്ലോ രചന എന്നെ കുറിച്ച് എന്തോ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമാണല്ലോ അയാൾക്ക് അവളോട് സിമ്പതി കൂടിയത്. അങ്ങനെ ഒരു സഹതാപം ഉണ്ടാവണമെങ്കിൽ ശക്തമായി എന്തോ കാരണം കാണും. ആ കാരണം തേടിയാ ഞാൻ ഇറങ്ങുന്നത്. അവള് കള്ളമാണ് പറഞ്ഞതെങ്കിൽ ജഗനെ അത് പറഞ്ഞ് മനസ്സിലാക്കണം. ഒരാൾക്ക് വെറുതെ ഒരാളോട് വൈരാഗ്യം ഉണ്ടാവോ?
അതും അവളെ പോലൊരു പെൺകുട്ടിക്ക്. അത് തന്നെ എന്റെ സംശയം. അവള് പഠിക്കാൻ വളരെ ബ്രില്യന്റാ. കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും വീട്ടുജോലി ചെയ്തും ഒക്കെയാ അവള് പഠിക്കുന്നതും ജീവിക്കുന്നതും. അങ്ങനെയുള്ള ഒരുവൾ പകയും പ്രതികാരവും മനസ്സിൽ വെച്ചോണ്ട് നടക്കണമെങ്കിൽ അവളുടെ ഹൃദയത്തിൽ തട്ടിയ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അത് എത്രയും പെട്ടെന്ന് അറിയണം അമ്മേ. എന്തായാലും അമ്മ മനഃപൂർവ്വം ഒരു തെറ്റ് ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാ. മനഃപൂർവ്വം ഞാൻ ആരെയും ക്രൂശിച്ചിട്ടില്ല. പിന്നെ അറിയാതെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കണം. പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കണം. ആണിന്റെ പ്രതികാരത്തെക്കാളും കുറച്ചുകൂടി അപകടം ഉണ്ടാക്കുന്നതാ പെണ്ണിന്റെ പ്രതികാരം. അവരുടെ മനസ്സിൽ എന്തെങ്കിലും വേരുറച്ചു പോയാൽ അതങ്ങനെ തന്നെ മരണം വരെ നിലനിൽക്കും.